ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് ഒരു പുതിയ മൂവിയുടെ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു മൂവിയുടെ ഇറ്റ്സ് നോട്ട് എ റിവ്യൂ ബേസിക്കലി. ഇതൊരു മൂവിയുടെ എൻ്റെ ഒരു ഞാൻ സിനിമ കണ്ടിട്ടുള്ള ഒരു അൺഫിൽറ്റേർഡ് വെരി വെരി ഓണസ്റ്റ് ഒപ്പീനിയൻ. ആൻഡ് ദ മൂവി ഇസ് നൺ അതർ ദാൻ ഇപ്പോൾ തിയേറ്ററുകളിൽ അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം 3. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസ് ഓഫ് 2026 ഓൾസോ. ബിക്കോസ് ഈ ഒരു ഫ്രാഞ്ചൈസ് ഉണ്ട്, അതായത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം എന്താ പറയുക, മോഹൻലാലിൻ്റെ കരിയറിൻ്റെ, ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ആയി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് മലയാളികളെല്ലാം ലൈക്ക് ഈ ഒരു മൂവി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഏപ്രിൽ ആദ്യം അവർ മൂവി റിലീസ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ മാറ്റുന്നു, അങ്ങനെ ഫൈനലി മൂവി തിയേറ്റേഴ്സിൽ ഹിറ്റ് ചെയ്തപ്പോൾ ഐ തിങ്ക് എല്ലാവർക്കും എന്താ ഫസ്റ്റ് ഡേ പോയി കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നായിരിക്കും, എനിക്കുമുണ്ട്. സോ ഇത് ഒബ്വിയസ്ലി ദ മൂവി ഈസ് ലൈക്ക് ഡൂയിങ് വണ്ടർഫുൾ ഇൻ ദ തിയേറ്റേഴ്സ്. അപ്പം ഇതിനൊരു സ്പോയിലർ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വെരി സ്പോയിലേഴ്സ് ഒന്നുമില്ലാതെ ഒരു അൺഫിൽറ്റേർഡ് വെരി വെരി ഓണസ്റ്റ് ഒപ്പീനിയൻ ആസ് എ ത്രില്ലർ മൂവീസിൻ്റെ ഫാൻ എന്നുള്ള നിനക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂവീസ് ഒത്തിരി കാണുന്ന, നോട്ട് ജസ്റ്റ് മലയാളം പക്ഷെ വേറെ ലാംഗ്വേജസിലും, ഈവൻ ഇംഗ്ലീഷ്, തമിഴ്, ഒത്തിരി ലാംഗ്വേജസിൽ ത്രില്ലർ ജോണർ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ബിഫോർ ഗോയിങ് ഇൻ ടു ദ മൂവി, ഇതിൻ്റെ ട്രെയിലർ ഓൾറെഡി നമ്മുടെ ചാനലിൽ എൻ്റെ കസിൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിലർ റിയാക്ഷൻ. പക്ഷേ ഞാൻ ഈ മൂവിയുടെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് ഐ തോട്ട് നമുക്ക് ഈ ഒരു ട്രെയിലർ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഐ വിൽ സേ ഞാൻ എന്താണ് ഈ ട്രെയിലറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോയത് മൂവി കാണാനായിട്ടും വാട്ട് ആക്ച്വലി ദ മൂവി വാസ്. അധികം സ്പോയിലേഴ്സൊന്നും ഇല്ലാതെ, അധികമല്ല, നോ സ്പോയിലേഴ്സ് ട്രൈ ചെയ്യാം, പറയാൻ നോക്കാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ലെറ്റ്സ് ഗോ ഇൻ ടു ദ ട്രെയിലർ. നിങ്ങളെല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞു? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ഞാൻ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ദൃശ്യം 3's ട്രെയിലർ. ഇനി ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ മൂവി വീണ്ടും ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ ഈ പഴയ കേസ് വീണ്ടും നമ്മൾ മീഡിയ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ആ ഒരു മീഡിയ ആംഗിൾ എങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ചു നമ്മുടെ മറ്റേ പല ന്യൂസ് ചാനലിലും ഇങ്ങനെ ഇതുണ്ടല്ലോ, അതായത് പല കേസുകളും ജേർണലിസത്തിൻ്റെ വഴിയിലൂടെ, അതായത് ഒരു ജേർണലിസ്റ്റിൻ്റെ കണ്ണുകളിലൂടെ അന്വേഷിക്കപ്പെടുന്നു, രണ്ടാമത് പല കേസുകളും അങ്ങനെ കുത്തിപ്പൊക്കുന്നു വീണ്ടും. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു ആംഗിളാണെന്നാണ്. പക്ഷേ ഇഫ് യു ആസ്ക് മീ അങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മീഡിയയുടെ ആംഗിൾ മാത്രമല്ല, അതിൻ്റെ എങ്ങനെ ആ ഒരു മീഡിയ ആംഗിളിലോട്ട് എത്തി എന്നുള്ളതിൻ്റെ സസ്പെൻസ് ഭയങ്കര കിടലാണ്.
ആ വീണ നന്ദകുമാറിൻ്റെ ക്യാരക്ടർ, അതൊരു പുതിയ ക്യാരക്ടറാണ് മൂവിയിൽ. അതിൻ്റെ ആ ഒരു റെലവൻസ് ഭയങ്കര എന്താ പറയുക, സസ്പെൻസ് ഉള്ള ഒരു ഇതാണ്. ഓക്കെ, അവിടോട്ട് വരുന്നതിന് മുമ്പ് ഓവറോൾ അപ്പോൾ എനിക്ക് മൂവി കണ്ടിട്ട് ഫീൽ ചെയ്തത് വാസ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ മൂവി. ഇപ്പം ദൃശ്യം 1 സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ ആ ഒരു ഫാമിലിയോടുള്ള, അതായത് ആ ഒരു ഫാമിലി ഡ്രാമ, അല്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ മോർ അബൌട്ട് ക്യാരക്ടേഴ്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ ആ ക്യാരക്ടേഴ്സിന് ഉള്ള ഒരു ഡെപ്തും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഞാനിപ്പോൾ എക്സ്പെക്ട്, ഫോർ എക്സാമ്പിൾ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയിൽ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ട് കണ്ട ഒരാളെന്നുള്ള സ്ഥിതിയിൽ ഞാൻ ആക്ച്വലി എക്സ്പെക്റ്റ് ചെയ്തത് മേ ബി ഒരു 20 minutes ഇൻ ടു ദ മൂവി അത്രമാത്രമായിരിക്കും ഇപ്പോഴത്തെ ജോർജ് കുട്ടിയുടെ ഫാമിലീനെ പറ്റിയുള്ള കഥകളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇറ്റ് വിൽ ബി എൻറ്റയർലി വീണ്ടും ഈ ന്യൂസ് കുത്തിപ്പൊക്കി വരുന്നു, അപ്പം ഹൗ ജോർജ് കുട്ടി അതിനെ ഹാൻഡിൽ, അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഫസ്റ്റ് ഹാഫിൽ ഉണ്ട് ഒരു ട്വിസ്റ്റ് ആൻഡ് സസ്പെൻസസ് അവിടെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ എൻറ്റയർ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ്, ഒരു ഇമോഷണൽ സോഫ്റ്റ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ആണ് ദ റിയൽ എന്താണ് ഈ ഒരു മൂവിയുടെ ദൃശ്യം 3 എന്നുള്ള മൂവിയുടെ മെയിൻ പോർഷൻ. ഐ തിങ്ക് എനിക്ക് ഫീൽ ചെയ്തത് ഇസ് ഇൻ ദ പാർട്ട് 2. അതും ഒരു ലാസ്റ്റ് ഒരു 30 minutesലാണ് എൻറ്റയർ ദറ്റ് സസ്പെൻസ് ട്വിസ്റ്റുകളൊക്കെ വരുന്നത്. എനിക്ക് വാട്ട് വർക്ക്ഡ് ഫോർ മീ ഇൻ ദിസ് മൂവി, അഗൈൻ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇതിനകത്ത് കുറേ ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഉണ്ട്. കാരണം ഈ ഒരു മൂവി ഓൾറെഡി 2 പാർട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇനി എങ്ങനെ ഒരു 3ാമത്തെ പാർട്ട്, അതും 3ാമത്തെ പാർട്ടിലൊരു മീഡിയ ആംഗിൾ കൊണ്ടുവന്നാലും അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും, അത് ഇനിയും വീണ്ടും വലിച്ചഴയ്ക്കുന്ന പോലെ ആവില്ലേ, ഭയങ്കര സ്ട്രെച്ച് ചെയ്യുന്ന പോലെ ആവില്ലേ എന്നുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് റോങ്. ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നിൽ. ആൻഡ് ലൈക്ക് എനിക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയത് ഇതിനകത്ത് ഷാജോൺ, ഐ തിങ്ക് സഹദേവൻ എന്നുള്ള പോലീസ് ഓഫീസർ ആണ് നമുക്ക് മുന്നുള്ള ഇതിനകത്ത്. ഷാജോണിൻ്റെ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ ആ ഒരു സ്വാഗും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ലാലേട്ടൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മൊമെൻറ്റ്സ് നമ്മൾ അറിയാതെ നോക്കിയിരുന്നു പോവും. ലാലേട്ടൻ എന്നുള്ള അച്ഛൻ എങ്ങനെയായിരുന്നു ഫസ്റ്റ് 2 പാർട്ടിലും 3ാമത്തേലും അതേപോലെ സ്വന്തം ഫാമിലിക്ക് എതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറൈസേഷനും. പിന്നെ സെക്കൻഡ് പാർട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ആ ഒരു ലാസ്റ്റ് 30 minutes ആണ് എനിക്ക് കൂടുതൽ വർക്കായത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒന്ന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് എവിടെയൊക്കെയോ ആ മൂവിയിൽ, ഇത് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ കമൻറ്റ്സ്, ഇപ്പോൾ ആർക്കെങ്കിലും ഒരു എതിരഭിപ്രായമാണെങ്കിൽ, ബിക്കോസ് ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഭയങ്കരമായിട്ട് ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഒരു ത്രില്ലറിൻ്റെ ആ ഒരു എലമെൻറ്റ് എനിക്ക് ഒരു ലാസ്റ്റ് മാത്രം എനിക്ക് അത്രയ്ക്കങ്ങ് ഫീൽ ചെയ്തോളൂ. ബാക്കി ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് സം സസ്പെൻസസ്, കുറേ ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു എനിക്ക്. അപ്പോൾ പക്ഷെ ലാസ്റ്റ് പാർട്ടിൽ ഇത് പെട്ടെന്ന് പറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. അതായത് നമ്മൾ ആ ഒരു കണക്ഷൻ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ദൃശ്യത്തിൻ്റെ, അതായത് ഈ അൻസിബേനെയും എസ്തറിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആ ഒരു രംഗങ്ങളും അതൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ, പിന്നെ ആ ഫാമിലീനെ മൊത്തത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും അതൊക്കെ ഭയങ്കര നമുക്കിങ്ങനെ ഡീപ്ലി നമ്മൾ കണക്റ്റഡ് ആയ മൊമെൻറ്റ്സ് ആണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫിൽ എല്ലാം ഇങ്ങനെ ടക്ക് ടക്ക് ടക്ക്, ആ അവസാനത്തെ 30 minutes എല്ലാം ടക്ക് 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 എന്ന് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എ വെരി ഗുഡ് മൂവി. പിന്നെ എല്ലാ എനിക്ക് മീനയുടെ ക്യാരക്ടർ എന്തോ ആദ്യത്തെ 2 പാർട്ടിലായിരുന്നു കുറച്ചുകൂടെ മീനയുടെ ക്യാരക്ടറിനൊരു ഡെപ്ത് ഉണ്ടായിരുന്നെന്ന് തോന്നി. ഇതിനകത്ത് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന നിലയ്ക്ക് അപ്പുറം പുള്ളിക്കാരിയുടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, പുള്ളിക്കാരി ആദ്യത്തെ 2 പാർട്ടിലും പുള്ളിക്കാരി ഒരു നാടൻ ഒരു വീട്ടമ്മ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി അതിൻ്റേതായിട്ടുള്ള ഒരു കൺസേൺസും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, അത് ഫസ്റ്റ് പാർട്ടിലും ഉണ്ട് സെക്കൻഡ് പാർട്ടിലും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് അങ്ങനെ എനിക്ക് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സിൽ ആശാ ശരത്തിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അധികം റോളില്ല പുള്ളിക്കാരിക്ക് ഈ ഫിലിമിൽ. പക്ഷെ എന്നാലും ലൈക്ക് പുള്ളിക്കാരിയുടെയൊക്കെ ഒരു അവസാനത്തെ ഒരു ക്ലൈമാക്സിലൊക്കെ പുള്ളിക്കാരിയുടെ ഡയലോഗൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇനിയൊരു 4ാമത്തെ പാർട്ടൂടെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അത് തിയേറ്ററിൽ പോയി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക എന്താണെന്ന്. അപ്പോൾ ഓവറോൾ ദ മൂവി ഈസ് ഗുഡ്.
നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് എന്താ പറയുക നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്ന പോലെയൊന്നുമല്ല. അവസാനമൊക്കെ പ്രഡിക്റ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനുള്ള സമയമില്ല. എല്ലാം പെട്ടെന്ന് പോണേ അവസാനത്തെ ഒരു പോർഷനിലൊക്കെ ഒരു ന്യൂ അറ്റംപ്റ്റ് ആൻഡ് ടെക്നിക്കൽ വൈസ് സിമ്പിൾ ഫ്രെയിംസ്. സിനിമാറ്റോഗ്രാഫി പറയുകയാണെങ്കിൽ ഭയങ്കര ഗ്രൗണ്ടഡ് ടു റിയാലിറ്റി. അധികം ഇത്തവണ ഐ തിങ്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ലൈക്ക് വിഷ്വൽസൊക്കെ BGM ഓൾസോ അങ്ങനെ തന്നെ സട്ടിൽ എന്നുള്ള ടെൻഷൻ ജനറേറ്റ് ചെയ്യുന്ന യെസ് ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ ദൃശ്യത്തിൻ്റെ തേർഡ് പാർട്ട് ഇറങ്ങുമ്പോൾ പലരും വിചാരിച്ച പോലെ അത്ര എന്താ പറയുക പലരും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ഭയങ്കര ഓവർ സ്ട്രെച്ച്ഡ്. പക്ഷേ എനിക്ക് അത്ര ഓവർ സ്ട്രെച്ച്ഡൊന്നും അല്ല. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. സസ്പെൻസുകളൊക്കെ അത്യാവശ്യം നല്ലതാണ്. സോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പോയി തിയേറ്ററിൽ കാണുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വീൽ സീ ഇൻ യെറ്റ് അനദർ വീഡിയോ. ബൈ.